അമ്മയ്ക്ക് വയ്യേ? പെട്ടെന്ന് എണീറ്റപ്പോ എന്തോ ഒരു തലചുറ്റല് പോലെ. എന്നാ പിന്നെ കുറച്ചുകൂടെ കിടക്ക്. വേണ്ട, ഞാൻ പോയി കണ്ണേട്ടന് ചായ ഇട്ടോണ്ട് വരാം. കുറച്ച് കഴിഞ്ഞ് ചായ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. തലകറക്കം വെറുതെ പുറത്തോട്ടൊന്നും പോവണ്ട. കുറച്ച് റെസ്റ്റ് എടുക്കാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ട് ഒരുപാട് വൈകിയാണല്ലോ ഉറങ്ങിയത്. അതിന്റെ ആയിരിക്കും. പിന്നെ ഇന്നലെ അമ്മയുടെ പിറന്നാളായോണ്ട് പിറന്നാൾ സദ്യയും പായസമൊക്കെ ഒരുപാട് കഴിച്ചല്ലോ. പതിവില്ലാതെ അങ്ങനെ കഴിച്ചോണ്ട് ചെറിയൊരു വയറുവേദനയുണ്ട്. ഞാൻ ഏതായാലും ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നാരങ്ങ ഒഴിച്ചൊരു കട്ടൻ കുടിക്കാം. അപ്പൊ എല്ലാം ശരിയാവും. ഏനക്കേട് തുടങ്ങി. ഇവൾക്ക് ഏനക്കേട് തുടങ്ങി. ഇവളുടെ ദേഹത്ത് സ്പർശിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. എങ്കിലും മരിക്കാൻ പോകുന്നവളല്ലേ, പുറമൊന്ന് തടവി കൊടുത്തേക്കാം. എന്തുവാടി വാരി വലിച്ചു തിന്നത്? അമ്മയുടെ പിറന്നാളാണെന്നും പറഞ്ഞു പോയിട്ട് പിറന്നാൾ സദ്യയും പായസവും കേക്കും ഒക്കെ അങ്ങ് വാരി വലിച്ചു തിന്നു കാണും. അല്ലാതെ ഇപ്പൊ ഇതുപോലെ ഒരു എനക്കേട് വരാൻ വല്ല കാരണമുണ്ടോ? എടി, നീയും അവനും തമ്മില് ദാമ്പത്യം പോലും ഇല്ലല്ലോ. എന്നെ അമ്മ തടവൊന്നും വേണ്ട. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ കൂടെ ഇതുപോലുള്ള സംസാരം വേണ്ടെന്നാ പറഞ്ഞ്. ഓ, അവൾക്കാരുടെയും സഹായം വേണ്ട പോലും. ഉടനെ കാണാം പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. അല്ല, പൊക്കിയെടുത്തുകൊണ്ട് പോവാൻ ഒരുത്തന് പറ്റില്ലല്ലോ. അവൻ വീൽ ചെയറിലിരുന്ന് എഴയുന്നവനല്ലേ. അതുകൊണ്ട് കുറേ സമയം പിടിക്കും ഇവിടുന്ന് പോകാൻ. അതും നല്ലതാ. പെട്ടെന്നിനി ICUവിനകത്തെങ്ങാനും കൊണ്ടിട്ട് അവള് രക്ഷപ്പെട്ടു വന്നാലോ? മുറിച്ചിട്ടാ മുറി കൂടുന്ന എനവാ. അതാ പേടി. ഇത് കരണമോളെ വിളിച്ചു പറയുമ്പോ അവൾക്കും അവളുടെ മുത്തശ്ശിക്കും അച്ഛനും ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നെഞ്ചു പൊട്ടുന്നുണ്ടാവും. ഇപ്പൊ ചുമയും കൊരയും എല്ലാം ഉണ്ട്.